ഇത് അവഗണനയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ ഈ അംഗൻവാടി ജീവനക്കാരുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, 5 പതിറ്റാണ്ടിലേറെ കാലമായി ഈ അംഗൻവാടി പ്രസ്ഥാനം വന്നിട്ട് അന്ന് മുതൽ കേന്ദ്രവും സംസ്ഥാനവും ഭരിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഈ ആളുകൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായതിൽ എത്രയോ തുച്ഛമായ കാശാണ് അവർക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്നത് എന്നുള്ളത് ഇപ്പോൾ പറയുന്ന ആളുകൾ ഈ ഘട്ടങ്ങളിലൊക്കെ തങ്ങൾക്ക് അധികാരമുണ്ടായ ആ ഘട്ടങ്ങളിലൊക്കെ പറയേണ്ടതായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും രാജേഷോട് നേരത്തെ പറഞ്ഞതിനോട് യോജിക്കുന്നു. മന്ത്രിമാരുടെ ജീവിതം ആർഭാടമാണ്. ഇപ്പോഴത്തെ മന്ത്രിമാരുടെ ജീവിതം ആർഭാടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യത്തിൽ അനാവശ്യമായ രൂപത്തിൽ പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചിട്ട് അവർക്ക് ആവശ്യത്തിലേറെ കാശ് കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പരിഗണന അർഹിക്കേണ്ടാത്ത ആളുകൾക്ക് വാരിക്കോരി കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ PSC അംഗങ്ങളുടെ കാര്യം കണ്ടു. PSC അംഗങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ശമ്പളം, അവരുടെ പ്രതിഫലം എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. ഇവിടെ 7,000 രൂപ കിട്ടുന്ന ആളുകൾ 21,000 ആക്കണം എന്ന് പറയുമ്പോൾ അപ്പുറത്തേക്ക് 4 ലക്ഷം ആണ് വേറൊരു വിഭാഗത്തിന് കൊടുക്കുന്നത്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊക്കെ ഒരു കാര്യമുള്ളത്, സത്യത്തിൽ നമ്മൾ ഇതിനെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നിയമസഭയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും ഒക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. ജീവിക്കാൻ വേണ്ടത്ര കാശ് കിട്ടുന്നില്ല, വേണ്ടതിലേറെ അവർക്ക് ജോലി ഭാരം ഉണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിനെന്ത് വേണം? അതിന് കൂട്ടായ രീതിയിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്താതെ ഇപ്പൊ നടക്കുന്നതാണ്. ഈ ആശാവർക്കർമാരോ അല്ലെങ്കിൽ അംഗൻവാടി ജീവനക്കാരോ നടത്തുന്നത് രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും കളികളാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്ക് പിന്നാലെ നിൽക്കുന്നവരും അവരെ എതിർക്കുന്ന ഭരണവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരേപോലെ രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ കാര്യത്തിലാണെങ്കിലും അംഗൻവാടി ജീവനക്കാരുടെ കാര്യത്തിലാണെങ്കിലും ശമ്പളം വർദ്ധിപ്പിക്കാത്തത്? അതിന് കാരണം അവർ സമരം ചെയ്യുന്ന ആളുകൾ, ഒന്നിപ്പോ അംഗൻവാടി ജീവനക്കാരുടെ ആണെങ്കിൽ അവര് കോൺഗ്രസ് അനുകൂല സംഘടനയാണ്, മറ്റതാണെങ്കിൽ ഈ ആശാവർക്കർമാരുടെ കാര്യത്തിലാണെങ്കിൽ SUECA ആണ് അതിന്റെ ആ സമരത്തിന്റെ നേതൃത്വത്തിലുള്ളത്. അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന അവരെ സഹായിക്കാനായിട്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഈ പ്രതിപക്ഷ പാർട്ടികളാണുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഒരു കാരണം തന്നെയാണ്. ഈ സമരരംഗത്തുണ്ടായിരുന്നത് CPM അനുകൂല സംഘടനകളാണ് എങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു. 21,000 ചോദിക്കുന്നവർക്ക് 21,000 കൊടുക്കുന്നതിന് പകരം 7,000 കിട്ടുന്നവർക്ക് 7,100 കൊടുക്കാമല്ലോ. ആ രീതിയിലേക്ക്, അല്ലെങ്കിൽ 10,000 കിട്ടുന്നവർക്ക് 10,100 കൊടുക്കാമല്ലോ. അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതിന് കാരണം ഇത് അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ എതിരാളികളാണ്, അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളാണ് എന്നുള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ അനാവശ്യമായ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നത്. ഇപ്പോ ഈ എതിർക്കുന്ന ഈ സർക്കാരിന്റെ നിലപാടിനെ എതിർക്കുന്ന രാഷ്ട്രീയക്കാർ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഇന്നിപ്പോ BD സതീശനൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ അംഗൻവാടി ജീവനക്കാരായി വന്നതിന് ശേഷം എത്ര കാലം അവർക്ക് എല്ലാവരും പറയാം, ആശാവർക്കർമാരുടെ കാര്യത്തിലാണെങ്കിലും അംഗൻവാടി ജീവനക്കാരുടെ കാര്യത്തിലാണെങ്കിലും അത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഈ ഏകോപനത്തോടു കൂടിയിട്ട് അവര് ഒരുമിച്ചുള്ള ഫണ്ട് ചെയ്യുന്ന വിഭാഗങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രവും സംസ്ഥാനവും ഒരേപോലെ കനിയേണ്ടതുണ്ട് അവിടെ. പക്ഷെ അതുണ്ടാവുന്നില്ല. ഇത് ഭരിച്ച ആളുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. സത്യത്തിൽ ഈ ഘട്ടത്തിലും ഈ സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാരോടാണെങ്കിലും ആശാവർക്കർമാരോടാണെങ്കിലും അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ കൂട്ടായി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഉള്ള ഒരു തീരുമാനത്തിലേക്ക്, ഞങ്ങൾ ജയിക്കുന്നു നിങ്ങൾ തോൽക്കുന്നു എന്ന രീതിയിലേക്കുള്ള രീതി മാറ്റിയിട്ട് സർക്കാരാണെങ്കിലും പ്രതിപക്ഷത്തുള്ള ആളുകളാണെങ്കിലും ഇവർക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് നോക്കേണ്ടത്. പ്രകടന പത്രികയിൽ 7,000 എന്നുള്ളത് സ്വാഭാവികമായിട്ടും 21,000 ആക്കി കൂടുതൽ കൊടുക്കുക, അല്ലെങ്കിൽ മാസവേതനത്തിൽ ഇത്ര, ദിവസവേതനത്തിൽ ഇത്ര വർധനമുണ്ടാക്കാം എന്ന ഒരു പ്രകടന പത്രികയിൽ ഒരു ആശയം മുന്നോട്ടേക്ക് വെച്ചില്ല, ഒരു മുദ്രാവാക്യം ആയിട്ട് മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. ഘട്ടം ഘട്ടമായിട്ടെങ്കിലും വേണം. ആശാവർക്കർമാരുമായിട്ട് മന്ത്രി തലത്തിലുള്ള ചർച്ചയിൽ വളരെ കൗതുകരമായ കാര്യമാണ്. അവര് 21,000 ചോദിച്ചു.
അത് തരാൻ പറ്റില്ല, സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന് പറയാം. അപ്പോ അതിലെ ഒരു മന്ത്രിയുമായിട്ട് ചർച്ചയ്ക്ക് പോയ ഒരു പ്രതിനിധി പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും? ആ ഒരു ചോദ്യം സത്യത്തിൽ അതിന് എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കേണ്ടിയിരുന്നു. അതുപോലും കൊടുക്കാതെയാണ് ആ സമരം അവസാനിപ്പിച്ചത്. ഞങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുക, അങ്ങനെ സാമ്പത്തിക ബാധ്യതയുള്ള സർക്കാർ PSC മെമ്പർമാർക്ക് ഇത്രയും വലിയ തുക പ്രതിഫലമായിട്ട് കൊടുക്കാൻ തയ്യാറാകും? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് CPM-നെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ഒരു രീതിയാണ് അവർ ഇപ്പോഴത്തെ പ്രതികരണം. അത് തെറ്റാണ്. അതേ സമയത്ത് തന്നെ എല്ലാ വിഭാഗക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും ഇവർക്ക് അനുകൂലം, രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇവർക്കൊപ്പം നിൽക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.